ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സീസർ സാലഡ് റെസിപ്പി നോക്കിയാലോ? അതിനായി 2 മുട്ട, 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതും, ഒരു 4 തൊട്ട് 5 പീസ് ബ്രെഡ്, ഒരു ലെറ്റ്യൂസ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അത് നമുക്ക് ഒലീവ് ഓയിലിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കൻ ടോസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത അടുപ്പിൽ മുട്ട വേവിക്കാൻ കൂടെ വെക്കാം. മുട്ട വേവിക്കാൻ വെക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് വെക്കുക. ചിക്കൻ ഇപ്പോൾ ഏകദേശം നന്നായി ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് കഷ്ണങ്ങളെല്ലാം നമുക്ക് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് 1-2 അല്ലി വെളുത്തുള്ളി കൂടി വേണം കേട്ടോ ഈ റെസിപ്പിയിൽ. അപ്പോൾ ഞാൻ ആദ്യം അത് പറയാൻ വിട്ടുപോയി. വെളുത്തുള്ളി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ആദ്യം തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണേ. ഇനി പാനിലേക്ക് ഒലിവ് ഓയിൽ ചേർത്തതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ നിന്ന് ഒരു പകുതി ഭാഗം ചേർത്ത് ഒന്ന് വെളുത്തുള്ളിയുടെ മണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് നമുക്ക് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആവശ്യത്തിനുള്ള ലെറ്റ്യൂസ് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് വെള്ളത്തിൽ കഴുകി നല്ല ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഡ്രസ്സിങ് തയ്യാറാക്കാനായി ഞാനിവിടെ ഗ്രീക്ക് യോഗോട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗവും ഗ്രീക്ക് യോഗോട്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ചെറുതായി അരിഞ്ഞ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഓറിഗാനോയും എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റ്യൂസ് കൂടെ സാലഡിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഓറിഗാനോ, ഒരു സ്ലൈസ് ചീസ് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഡ്രസ്സിങ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കട്ട് ചെയ്ത് ഞാനിവിടെ ഒരു 8 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. ഓരോ എഗ്ഗും 4 പീസായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. സോ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സീസർ സാലഡ് റെഡി.